നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകണം. അവിടെ കൊല്ലത്ത് ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൾസിനെതിരെ പോക്സോ കേസ്. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത്. ഈ യുവതി അവിടെ ബാധ ഒഴിപ്പിക്കാൻ എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ മറവിൽ ഇവരെ പീഡിപ്പിക്കാൻ, ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 16-കാരിയാണ് പെൺകുട്ടി. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഇയാൾ മുരാരി എന്ന് പറയുന്നത് അവിടുത്തെ വളരെ തിരക്കുള്ള ജോത്സ്യനാണോ? വെണ്ടാർ സ്വദേശിയാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് പോലീസ് നൽകുന്ന വിവരം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ഈ 16-കാരി അമ്മയും സഹോദരനോടൊപ്പമാണ് ഈ മുരാരി ബാബുവിന്റെ വീട്ടിലെത്തുന്നത്. മുരാരി ബാബുവിന്റെ വീട്ടിൽ തന്നെ ഒരു ജ്യോതിശാലയൊക്കെ ഇയാൾ നടത്തി വരുന്നുണ്ട്. എത്തിയപ്പോഴാണ് ബാധ ഒഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പോ ഈ പെൺകുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് തന്ത്രി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി അവിടെ നിന്നും നിലവിളിച്ച് കുതറി ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ സഹോദരൻ മറ്റ് ആൾക്കാരെ ഫോണിലൂടെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. എന്തായാലും നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും തന്ത്രി അവരുടെ വീടിന്റെ പിൻഭാഗത്തൂടെ ഓടി രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. മുരാരി ബാബുവിനായിട്ടുള്ള മുരാരി തന്ത്രിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഇയാളുടെ പേര് രാജൻ ബാബു എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പം വെണ്ടാറിലെ ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ അടുത്ത സമയത്താണ് ജ്യോതിഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പോക്സോ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ തന്ത്രി ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ തന്ത്രി പിടിയിലാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇയാള് അവിടെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. വളരെ അടുത്ത കാലത്തായി ഈ പണിയിലേക്ക് ഇറങ്ങുകയാണ്. ബാധ ഒഴിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ അവിടെ എത്തിയേക്കാം. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങളൊക്കെ ഇയാളുമായി ബന്ധപ്പെട്ടെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ വിനീഷ്? പോക്സോ സംബന്ധമായിട്ടുള്ള പരാതികൾ ആദ്യമായിട്ടാണ്. പക്ഷെ നിലവിൽ തന്ത്രിക്കെതിരെ മറ്റ് പരാതികൾ സ്റ്റേഷനിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, ചീറ്റിംഗ് കേസ് അടക്കം. പക്ഷേ ഇത്തരം കേസുകൾ ആദ്യമായിട്ടാണ്. എന്തായാലും ഈ തന്ത്രിയെ പിടികൂടാൻ ആയിട്ടില്ല ഇതുവരെയും പോലീസിന്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പലതവണ അയാൾ വീട്ടിലേക്ക് പോലീസ് അന്വേഷിച്ച് എത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതായിട്ടുള്ള ചില സൂചനകൾ പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും. പിടിയിലായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ കുട്ടിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത്.